കൂടാതെ മാച്ച് രോമാഞ്ചഭരിതമായിരിക്കുകയാണ്. ബോളത ബൗണ്ടറിയിടത്തേക്ക് ചെല്ലുന്നത് ചിലപ്പോൾ ക്യാച്ച് ആവാം, പക്ഷേ അല്ല, ബോളത ബൗണ്ടറിയുടെ തൊട്ടടുത്താണ്. നീ ആ ബുക്ക് ഇങ്ങോട്ടൊന്ന് പാസ് ചെയ്തേ. ഇന്ന പിടിച്ചോ. സത്യത്തിൽ ഞാൻ ബുക്ക് വായിക്കാൻ പോവായിരുന്നു. പരുന്തിനേക്കാൾ ഉയരത്തിൽ എങ്ങനെ പറക്കാം? ഇനി ബുക്ക് ഞാൻ മാറ്റി വായിക്കേണ്ടി വരും. ഒരു കഴുതയെ എങ്ങനെ നന്നാക്കാം? ഹണി, നീ ടി വി കാണുന്നത് വിട്ടിട്ട് എന്തെങ്കിലും കഴിക്കാൻ നോക്ക്. ഇതെന്താ ഒരു ബഹളം? അയ്യോ സോർദാറെ, എന്ത് പറ്റി നിനക്ക്? സ്പോർട്സ് എനിക്ക് ജീവനാണ്. എന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ടിൽ പോലും ക്രിക്കറ്റ് പോസിറ്റീവ് ആയിരിക്കും അല്ലേ? അല്ല, എ നെഗറ്റീവ് എന്ന് കാണിക്കാൻ ഞാൻ പൂച്ചയല്ലേ, ഈച്ചയല്ലോ. ശരി, ഞാൻ ഇനി കുറച്ചു നേരം ഇരുന്ന് സ്പോർട്സ് കണ്ടേ. ഇനി ഇതാ കാണൂ, അമേസിംഗ് പ്രോഗ്രാം. അതിവേഗത്തിൽ ബോൾ പാഞ്ഞെടുക്കുകയാണ് ബോളർ. ഇപ്പൊ നിങ്ങൾ നോക്കിക്കോ, അയാൾ തീർച്ചയായിട്ടും ഔട്ടാകും. അയ്യോ, ഇതെന്ത് പറ്റി? അദ്ദേഹം ഔട്ടായിരിക്കുകയാണ്. നീ എക്സ്പെർട്ട് ആയിരിക്കാണ് ഹണി. എക്സ്പെർട്ട് ആയതുകൊണ്ടൊന്നല്ല, ഞാൻ കാണുന്നത് റിപ്പീറ്റ് ടെലികാസ്റ്റിംഗ്. ഇവൻ തുടർച്ചയായിട്ട് ടി വി കണ്ടോണ്ടിരുന്നാലേ കണ്ണ് കേടായി പോവും. ആദ്യം തലച്ചോറായിരുന്നു, ഇപ്പൊ ദാ കണ്ണ്. ഈ കഴുതയുടെ കാര്യം വലിയ കഷ്ടമായിക്കൊണ്ടിരിക്കുക. എന്റെ ജീവിതത്തിന്റെ ഇടയ്ക്ക് ഒരിക്കലും ഇതുപോലത്തെ ഒരു പൂച്ചയെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇനി ഞാനൊരു സ്പോർട്സ്മാൻ ആകും. എല്ലാ സ്പോർട്സും ഞാൻ കളിക്കും. പക്ഷെ കളിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും കഴിക്കണമല്ലോ അല്ലേ? ഇവന്റെ തീറ്റ കണ്ടിട്ട് തോന്നുന്നതേ ഇവൻ ആ വേൾഡ് കപ്പ് എടുത്ത് കൊടുത്തു കഴിഞ്ഞാ ചിലപ്പോ ആ കപ്പിൽ പഴങ്കഞ്ഞി ഒഴിച്ച് കഴിക്കുവൻ. സോർദാറെ, ആ സ്കൂട്ടറിന്റെ താക്കോലും തന്നെ. അതെന്തിനാ? എനിക്ക് കിക്ക് അടിക്കാനുള്ള പ്രാക്ടീസിന് വേണ്ടിയാണ്. അടിപൊളി, ഇതേ ഫുട്ബോൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. നിർത്ത്. ഇനി എന്തായാലും ഞാൻ പുറത്തുപോയി കളിച്ചോളാം. അവനെ ഉടനെ പിടിക്കണം, അല്ലെങ്കിൽ ഫുട്ബോൾ കളിച്ച് ഇവൻ നാട്ടുകാരുടെ പണി തീർക്കും. വേഗം വാ. ആദ്യം ഹൈ ജമ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വേഗം വാ, അവന്റെ പുറകെ പോകാം. ഹായ് ഹണി നിക്ക്. എന്റെ മോനെ, നീ ഇത്രയും സ്പീഡിൽ ഓടി എങ്ങോട്ടാ നിന്റെ പോക്ക്? മറ്റുള്ളവരുടെ കൊച്ചിന്റെ ഫീസ് അടയ്ക്കാൻ പറ്റില്ല എനിക്ക്. 2 പച്ചക്കറി കിറ്റ് ഞാൻ കയ്യിൽ പിടിച്ചത് കണ്ടില്ലേ? ഒരെണ്ണം പിടിച്ച് എന്നെ ഒന്ന് സഹായിച്ചൂടെ നിനക്ക്? തീർച്ചയായും സഹായിക്കാം ഖന്ന സാറേ. അതൊന്ന് ട്രൈ ചെയ്യാം. അയ്യോ, ഇവനെന്തോന്നാ ഈ ചെയ്യുന്നേ? ഒന്ന് സഹായിക്കാൻ വേണ്ടിയാ വിളിച്ചത്. ഇവനെന്താ സർക്കസ് കളിക്കുകയാണോ? ഇതിനേക്കാളൊക്കെ ഏറ്റവും ബെറ്റർ ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നതാണ്. ആഹാ, ഇതിപ്പോൾ ബേസ്ബോൾ ബാറ്റായല്ലോ. എന്റെ പിള്ളേരെ, സർക്കാർ ജോലിക്കാർക്ക് കൈ നിറയെ കാശാണ്. എന്റെ പച്ചക്കറി മുഴുവൻ പോയി. അല്ല, ഈ ഹണിക്ക് ഇന്ന് പറ്റിയത് എന്താണ്? അടികൈ.
നീ ഇനി എവിടേക്കും ഒറ്റയ്ക്ക് പോകണ്ട, ഞങ്ങളുടെ കൂടെ വന്നാൽ മതി. ശരിയാ പറഞ്ഞേ, സ്പോർട്സ് എപ്പോഴും ടീമായിട്ട് വേണം കളിക്കാൻ. വേഗം പിടിക്കവന്മാരെ, കള്ളന്മാരാണ്, വെറുതെ വിടരുതവന്മാരെ. നിൽക്കവിടെ, നിങ്ങൾക്ക് ഇതിന് ശിക്ഷയുണ്ടാവും. പാണ്ഡസാറിനെ കൊണ്ട് ഒറ്റയെ കള്ളന്മാരെ പിടിക്കാൻ പറ്റില്ല. നമുക്ക് പാണ്ഡസാറിനെ സഹായിക്കണം. സത്യത്തിൽ എനിക്കിപ്പോ കുതിരസവാരി ചെയ്യാനാണ് തോന്നുന്നത്. ആ വേഗം ഓട്, പോകട്ടെ, അങ്ങനെ പോകട്ടെ, പോട്ടെ പോട്ടെ. അങ്ങനെ നിന്നെ ഒന്നും വെറുതെ വിടില്ലടാ. സ്റ്റോപ്പ്. അമ്പയർ വിസിലടിച്ച് ബ്രേക്ക് കൊടുത്തിരിക്കുകയാണ്. അവരെ പിന്നെ പിടിക്കാം നമുക്ക്. മണ്ടത്തരം പറയാതടാ, വേഗം അവരെ പിടിക്കാൻ എന്നെ സഹായിക്കേ. ട്രാഫിക്കിന് മാത്രമല്ല റൂൾസ് ഒക്കെ ഉള്ളത്, സ്പോർട്സിലും ചില റൂൾസ് ഒക്കെ ഉണ്ട്, അറിയാമോ? അങ്ങോട്ട് നോക്ക്, അവന്മാർ അവിടെയുണ്ട്. എടാ പോപ്പട്ടെ, നീ കാറ്റത്ത് ഓടി ഓടി പൊടിയൊക്കെ പിടിച്ചാകെ കറുത്തു പോയല്ലോ. അത് കാക്കയാടാ മണ്ട, ഞാനിതാ പുറകെ ഉണ്ട്. ഈ സ്പോർട്സ്മാൻ ഒറ്റയ്ക്ക് തന്നെ ആ കള്ളന്മാരെ രണ്ടുപേരും പിടിക്കാൻ പറ്റും. ഏതൊരു സ്പോർട്സ്മാനും ഒരു കോച്ചിന്റെ ആവശ്യമുണ്ട്. എന്റെ കയ്യിൽ അവരെ പിടിക്കാൻ ഒരു പ്ലാൻ ഉണ്ട്. ഹണി, റെഡി? വെൽ ഹബീബി, എന്റെ കയ്യിൽ ഫോറിൻ സാധനങ്ങൾ ഒരുപാടുണ്ട്. നല്ല അടിപൊളി ഫോണുകളുമുണ്ട്. നീ എന്നെ രക്ഷപ്പെടാൻ അനുവദിച്ചാൽ നിനക്ക് ഞാൻ 60 ഇഞ്ചിന്റെ TV ഫ്രീ ആയിട്ട് തരാം. നടന്നുകൊണ്ടിരിക്കുന്ന കളിക്കടയിൽ സ്പോർട്സ്മാൻ കൈക്കൂലി കൊടുക്കുന്നോ? ഇയാൾക്ക് ഞാൻ റെഡ് കാർഡ് കൊടുക്കുകയാണ്. എടാ, അറിയാതെ അവന് ATM കാർഡ് കൊടുത്തിരിക്കുകയാണ്. എങ്കിലും ഇതിന് പേടിക്കേണ്ടത് ഞാനല്ല, നീയാണ്. കാരണം ATM കാർഡ് നിന്റെയാണ്. എല്ലാ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണം. ഇറ്റ്സ് ടൈം ഫോർ ബോക്സിംഗ്. താങ്ക് യു, നിങ്ങൾ കാരണം എനിക്ക് കള്ളന്മാരെ വേഗം പിടിക്കാൻ പറ്റി. അതെ, പക്ഷേ ഇവന്മാരെ സ്പോർട്സ് കോട്ടയിൽ ജയിലിലിട്ടാൽ മാത്രം മതി. കാരണം ഇവന്മാരെ പിടിക്കാൻ കഴിഞ്ഞത് സ്പോർട്സ് കാരണമാണ്. എനിക്കിനി പോയി കരാട്ടെ പഠിക്കണം. വാ, നമുക്ക് 3 പേർക്കും കൂടി ചേർന്ന് കരാട്ടെ പരിശീലിക്കാം. ഒരു 2 മിനിറ്റ് നിൽക്കണേ, ഞങ്ങൾ ഒരു 5 മിനിറ്റിനുള്ളിൽ വരാം. എടാ സോർദാറെ, ഇവന്റെ സ്പോർട്സ് പ്രാന്ത് ഒന്ന് മാറ്റിയെടുക്കണമല്ലോ. ഐഡിയ. ഇവൻ ആ TV കണ്ടല്ലേ സ്പോർട്സ്മാൻ ആവണമെന്ന് ആഗ്രഹം വന്നേ. ഇനി അവൻ ആ TV കണ്ടാലേ നോർമൽ ആവൂ. വാഹണി, നമുക്ക് വീട്ടിൽ പോയിട്ട് കളിക്കാം. തുടങ്ങിയാലോ? ഇനി കരാട്ടെ പ്രാക്ടീസ് ചെയ്യാം നമുക്ക്. പോപ്പായ്, പോയി സെറ്റ് ചെയ്യ. ഹണി, ടിവിയിൽ MS ധോണിയുടെ പ്രോഗ്രാം ഉണ്ട്. അത് കണ്ടതിന് ശേഷം നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ആണോ? എന്നാ വാ. ഹായ്, ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട പ്ലെയർ MS ധോണി. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് എങ്ങനെ ഒരു കളിക്കാരനാകണം എന്നുള്ളതിനെ കുറിച്ചാണ്. അതിനൊരു മനസ്സ് വേണം. നമ്മോടൊപ്പം കളിക്കുന്നവരുടെ മനസ്സുകൂടി നമ്മൾ മനസ്സിലാക്കണം. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ടൈം. എല്ലാ കളികളും എപ്പോഴും നമുക്ക് കളിക്കാൻ പറ്റില്ല. എനിക്ക് മനസ്സിലായി. ഇനി ഞാൻ തോന്നുന്ന സമയത്തൊന്നും സ്പോർട്സ് ഗെയിം കളിക്കില്ല. മാത്രമല്ല, മറ്റുള്ള പ്ലേയേഴ്സിന് മനസ്സിലപ്പോ മാത്രമേ ഞാൻ സ്പോർട്സ് കളിക്കൂ. അടുത്തത് മൂന്നാമത്തത് പ്രധാനപ്പെട്ടതാണ് സൂപ്പ്. കൂട്ടുകാർക്ക് എപ്പോഴും നല്ല സൂപ്പ് ഉണ്ടാക്കി കൊടുക്കണം. നിന്റെ ഐഡിയ ഏറ്റുപണി. ഇനി അവൻ തോന്നിയ സമയത്ത് സ്പോർട്സിൽ കൈവെക്കില്ല. പക്ഷെ ഇത്രയും നേരം അവന്റെ സൂപ്പ് അവൻ കൊണ്ടുവന്നില്ലല്ലോ.